സ്ട്രെഞ്ചർ തിങ്സ് ഫിനാലയിൽ നിങ്ങൾക്ക് മിസ്സായ ചില ഹിഡൻ ഡീറ്റെയിൽസ്. ആരാണ് ആ കേവിൽ ഉണ്ടായിരുന്ന ആൾ ആൻഡ് ആ സ്റ്റോൺ എന്താണ്? ആ കേവിൽ ഉണ്ടായിരുന്ന ആൾ ഒരു റഷ്യൻ സ്പൈ ആണ്. ഹെൻറിക്ക് പവർ കിട്ടുന്നതിന് മുന്നേ തന്നെ ഡോക്ടർ ബ്രന്നർ ഡൈമെൻഷൻ എക്സിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതെല്ലാം ബ്രോഡ്വേയിൽ നടക്കുന്ന സ്ട്രെഞ്ചർ തിങ്സിന്റെ ഒരു പ്ലേയിൽ കാണിക്കുന്നുണ്ട്. ബട്ട് കറന്റ് നമുക്കതെവിടെയും അവൈലബിൾ അല്ല. ആ പ്ലേയിൽ ഡോക്ടർ ബ്രന്നറിന്റെ അച്ഛൻ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് ഡൈമെൻഷൻ എക്സിലേക്ക് പോയി രക്ഷപ്പെട്ട് തിരിച്ചു വരുന്നതും അത് ഡോക്ടർ ബ്രന്നറിന്റെ അടുത്ത് പറഞ്ഞ് ബ്രന്നർ ഡൈമെൻഷൻ എക്സിനെ പറ്റി എക്സ്പെരിമെന്റ് ചെയ്യുകയും ചെയ്യും. സോ അത് ലാബിൽ നിന്ന് അടിച്ചു മാറ്റി പോകുന്ന ഒരു റഷ്യൻ സ്പൈ ആവാം അയാൾ. ആൻഡ് ആ സ്റ്റോൺ അത് ബ്രന്നറുടെ എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ടുള്ള മൈൻഡ് ഫ്ലെയർ പാർട്ടിക്കിൾസ് ആവും. ഡഫർ ബ്രദേഴ്സ് പറഞ്ഞു ആ സ്റ്റോൺ എന്താണെന്നൊക്കെ ഇനി വരാൻ പോകുന്ന സ്പിൻ ഓഫ് സീരീസിലാവും കാണിക്കുകയെന്ന്. അടുത്തത് ഫൈറ്റിന്റെ ടൈമിൽ ഡെമഗോർഗൻസ് എവിടെ എന്നുള്ള ചോദ്യമാണ്. മൈൻഡ് ഫ്ലെയറിന് ഒരു ഫിസിക്കൽ ബോഡി ഇല്ലല്ലോ. സോ മേ ബി ആ ലാസ്റ്റ് ഫോം മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡെമഗോർഗൻസ് എല്ലാം ഒന്നിച്ച് ഫ്ലഷ് ആയിട്ട് ചേർന്നതാവും. ഓർ ഉണ്ടായിരുന്ന ഡെമഗോർഗൻസിനെയൊക്കെ ഇവർ കൊന്നിട്ടുണ്ടാവും. മേ ബി ആ ഹോസ്പിറ്റൽ വെച്ച് കാരൻ കൊല്ലുന്നതാവും ലാസ്റ്റ് ഉണ്ടായിരുന്ന ഡെമഡോഗ്സ്. ആൻഡ് നമുക്ക് ലാസ്റ്റ് ഡസ്റ്റിന് സ്റ്റീവ് മുട്ട പോലത്തെ സാധനം പൊട്ടിക്കുന്ന കാണാം. സോ മേ ബി ഓൾറെഡി ഉണ്ടായിരുന്നതെല്ലാം ചത്തിട്ടുണ്ടാവും. അതുപോലെ ഹോപ്പർ ജോയ്സിനെ പ്രപ്പോസ് ചെയ്യുന്ന സീനിൽ ഹോപ്പറിന് മോണ്ടാക്കിലെ പോലീസ് ചീഫായിട്ട് ഒരു വേക്കൻസി കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. സോ സ്ട്രേഞ്ചർ തിങ്സ് ബേസ് ചെയ്ത് എടുത്തിരിക്കുന്നത് തന്നെ മോണ്ടാക് പ്രോജക്ട് കോൺസ്പിറസി തിയറിനെ ബേസ് ചെയ്തിട്ടാണ്. ആൻഡ് വോളിയം 2-ൽ നമുക്ക് മാക്സ് ഹെൻറിന്റെ മെമ്മറിയിൽ കൂടെ നടക്കുമ്പോൾ സ്കൂളിൽ ജോയ്സ് ഒരു ഷോന്റെ പോസ്റ്റർ കൊടുക്കുന്ന കാണാം. ആ പോസ്റ്ററിൽ ഹെൻറിന്റെ പേരും കാണിക്കുന്നുണ്ട്. സോ ഇതും സ്ട്രേഞ്ചർ തിങ്സിന്റെ ബ്രോഡ്വേയിൽ നടന്ന പ്ലേയിലേ കാണിക്കുന്നുള്ളൂ. ഹെൻറി ഹോക്കിൻസിൽ വന്നപ്പോൾ ലോണറായ ഹെൻറിനെ ജോയ്സ് പരിചയപ്പെടുകയും അവൾ നടത്തുന്ന ഡ്രാമയിലേക്ക് അഭിനയിക്കാൻ അവനെ വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എനിവേ ഇതൊക്കെയാണ് ഞാൻ ശ്രദ്ധിച്ച ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ. നിങ്ങൾ വേറെ ഈസ്റ്റർ എഗ്സോ ഹിഡൻ ഡീറ്റെയിൽസോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഡു കമന്റ്.